ജെൻ സീനെ കുറെ കുറ്റം പറഞ്ഞ ഒരാളാണ് ഞാൻ. As a millennial, I have always thought that അറിയാലോ, you know how people treat you sometimes. People think you guys are lazy, you guys don't do these things, but my God, I am so sorry. Because ഇന്ത്യക്ക് ഒരു മാറ്റം വേണം എന്ന് ആദ്യം ഒരു പക്ഷേ തീരുമാനിച്ചത് അവരാണ്. ബിക്കോസ് അവരാണ് ഏറ്റവും അധികം ഈ നാട്ടിൽ സഫർ ചെയ്യുന്നതെന്ന് നേരിട്ട് പോയി ഞാൻ കണ്ടു. ആൻഡ് ലിസൺ, നമ്മൾ ഈ വീഡിയോസിൽ കാണുന്ന ഒന്നുമല്ല അവരവിടെ. ദി ആറ്റിറ്റ്യൂഡ് ഓഫ് ദീസ് കിഡ്സ് നോ ഈസ് you can't compare it to anything else. These guys are ചിരിച്ചെന്ന് അടിയുള്ളൂ ചിലരൊക്കെ. Like, oh, okay, tear gas, come on, bring it on. I mean, it's unbelievable how they're doing it. And it is that sense of humor, it is that lightheartedness, it is that you're so brave. ഭയങ്കര ബ്രേവ് ആണ്. ഇത്രയും ധൈര്യം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ പണ്ടേ ഈ പ്രൊട്ടസ്റ്റ് ഒക്കെ നടന്നേനെ. I'm telling you, but you guys have that. And ആ ഒരു സംഭവം ഇപ്പം വളരെ ഇന്റൻസ് ആയി ജന്തർ മന്തറിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് നിങ്ങൾ ചോദിക്കുന്നത് അല്ലേ, നമ്മൾ ചോദിക്കുന്നത് is for an answer, accountability. Tell us why. Make this guy resign. He is the head of the education department. Education ഇത്രയധികം പ്രശ്നങ്ങൾ നടക്കുമ്പം why is he not held accountable? Why are you not coming and talking to us? Why are you not having a dialogue? ഒരു ഡെമോക്രസി, ഒരു ജനാധിപത്യത്തിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമല്ലേ listen to your people because we elected you. It's unbelievable. Can I tell you something? അവിടെ പോയി എനിക്ക് തോന്നിയത്, I have a doubt that we are a democracy. I seriously doubt this now. കേരളത്തിൽ നമ്മൾ വളരെ പ്രിവിലേജിൽ ജീവിക്കുകയാണ് ഗൈസ്. We are so lucky. We are so privileged. ഇവിടെ എന്ത് അടികൂടിയാലും when it comes to മനുഷ്യത്വം we are all good. It is not like that. It is so polarized there. It is unbelievable. അവിടെ ഡൽഹി എയർപോർട്ടിൽ ഒരു ടാക്സി കയറിയാൽ തുടങ്ങും പോളറൈസേഷൻ. അപ്പം തുടങ്ങും. It's unbelievable. And I was not somebody who reacted on everything. Of course, I have my interests. I like dogs. ഇപ്പോൾ അത് മാറ്റി പാറ്റയായി. അത്രേ ഉള്ളൂ. അതിനു വേണ്ടി അങ്ങനെയൊക്കെയാണ് ആൾക്കാർ എഴുതുന്നത്. യു അണ്ടർസ്റ്റാൻഡ്? It's crazy. But I want you to know that if you don't catch on this momentum and if people don't join this protest right now, it might be too late, guys. ഇത് ഭയങ്കര ഇൻറ്റൻസ് ആയി നടക്കുന്ന ഒരു ഇതാണ്. ആൻഡ് ഒരു രീതിയിലും ഈ ഗവൺമെന്റ് കേൾക്കുന്നില്ല. ധാർഷ്ട്യം എന്നൊക്കെ പറയില്ലേ, ആരഗൻസ്, ഈഗോ, ഇതൊക്കെ ഇത്രയും പറ്റുമെന്ന് ഞാൻ അവിടെ പോയിട്ട് അറിഞ്ഞ. ബിക്കോസ് ഞാൻ ആക്ച്വലി കോഡോൺ ഓഫ് ആയ ഒരു ഏരിയയിൽ സ്റ്റക്കായി പോയി. നിങ്ങൾ ട്രക്ക് കണ്ടു, ആ ട്രക്കിനെ കീസ് എടുത്തുകൊണ്ട് പോയി